സൗമ്യ. അപ്പോൾ വെൽക്കം ടു സൗമ്യാസ് വ്ളോഗ്സ്. സോ നമ്മൾ എല്ലാവരും സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും കഴിച്ചിട്ടുണ്ടാവും. എനിക്ക് സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ്, നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ റെസിപ്പിയുടെ പേരാണ് എഗ് മുഗ്ലായ്. സോ എഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ്. സോ എഗ്ഗും അതിലൊരു നല്ല ഫ്ലേവറോട് കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയും എല്ലാം കൂടി ലെയറായിട്ട് വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുമല്ല, ഈ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് ചെയ്യുന്നവർക്കും പറ്റിയൊരു റെസിപ്പി. കാരണം ഇതിൽ എഗ്ഗും ബട്ടറും എല്ലാം യൂസ് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിലും ഹിറ്റാണ് എഗ് മുഗ്ലായ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മോൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എഗ് മുഗ്ലായ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷേ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വാല്യുബിളാണ്. അപ്പോൾ വരും നമുക്ക് ഡീറ്റെയിൽ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കൊരു മസാല റെഡിയാക്കാം. സോ അതിനൊരു ഇരുമ്പ് കടായി വെച്ചിട്ട് അതിൽ ഞാനൊരു വലിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. സോ ബട്ടർ ഒന്ന് ഉരുകിയതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് അതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. സോ സവാള ഒരുവിധം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്. സോ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 1 2 എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് വഴറ്റാം. സോ എല്ലാം കൂടി ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തത് അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് തക്കാളി ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുകയാണ് ഞാൻ. എന്നിട്ട് അതിലേക്ക് ചാട്ട് മസാലയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ വീതം അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇടുകയാണ്. സോ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, 1/4 കപ്പ് പോലും ഇല്ല, കുറച്ച് വെള്ളം, ഒരു ഗ്രേവി ഒരു കൺസിസ്റ്റൻസിക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം.
സോ ഒരുവിധ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പൊട്ടാറ്റോ മാഷർ കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. സോ തക്കാളിയും സവാളയും മസാലകളെല്ലാം ഒന്നിച്ച് നന്നായിട്ടൊന്ന് പിടിക്കും അതിൽ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് അതൊന്ന് കുക്ക് ചെയ്യണം. സോ ഒരു തുള്ളിയും കൂടി വെള്ളം ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. സോ ഇപ്പോൾ തന്നെ ആ ഒരു മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുക. നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം ഇതുകൊണ്ട്. സോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. സോ 2 മുട്ട വേറെ ബോയിൽഡ് എഗ്ഗ് 2 എടുത്തിട്ടുണ്ട്. സോ അതിൽ ഒന്ന് സ്ലൈസ് ചെയ്യണം, ഒന്ന് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്യണം നമുക്ക്. സോ ഇപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ ബട്ടർ ഇട്ടു. ഇനി ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ആക്കണം. എന്നിട്ട് അതിലേക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഒരു ബോയിൽഡ് എഗ്ഗ് അതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം നമ്മൾ. ഇനി ഇത് ഒരു സൈഡ് കുക്കായതിന് ശേഷം ഇത് പൊട്ടാതെ നമുക്കൊന്ന് സൈഡ് തിരിച്ചിടണം. എന്നിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. സൈഡ് തിരിച്ചിട്ടു. ഞാൻ മറ്റേ സൈഡ് ഒന്ന് കുക്കാവട്ടെ. സോ ഇപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇപ്പോൾ ഞാനത് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ബോയിൽഡ് എഗ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഓണിയൻ ടൊമാറ്റോ മസാല ഈ ഓംലെറ്റിൻ്റെ മേലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോയിൽഡ് എഗ് അതിലേക്ക് മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് മുഗ്ലായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.